to my channel Arnima Shido 666. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളെയൊന്നും കണ്ടില്ല അല്ലേ? കാരണം ഈ സ്കൂളിൽ നമ്മുടെ ഹോംവർക്ക്സ് ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കര ബിസിയാണ്. സോ ഇപ്പോൾ കുറച്ച് ഹോളിഡേ ഒക്കെ കിട്ടിയിട്ടുണ്ട്, 3 ദിവസത്തെ ഹോളിഡേ. സോ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇടാം. ഇത്തവണത്തെ വീഡിയോ നമുക്ക് പൊളി പൊളിക്കണം. സോ ഇത്തവണത്തെ വീഡിയോ ഒരു കുക്കിങ്ങിനെ ബന്ധപ്പെട്ടാണ്. എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, മീൻസ് എൻ്റെ കസിൻ ഇവിടെ വന്നിട്ടുണ്ട്. കസിൻ ഒരു സ്പെഷ്യൽ റെസിപ്പി കൊണ്ടാണ് വന്നേക്കുന്നത്. അത് നമുക്കത് കണ്ടു നോക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളി വേണം, പിന്നെ ഒരു ഇഞ്ചി, ആവശ്യത്തിനുള്ള ഇഞ്ചി എടുക്കാം, പിന്നെ സവാളയും ആവശ്യത്തിനുള്ള എടുക്കാം. ഞങ്ങളൊരു 4 എണ്ണമാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 വെളുത്തുള്ളി, ആവശ്യത്തിന് ക്യാബേജ്, പിന്നെ ഫൈനലി കരിവേപ്പില, പിന്നെ 4 ബ്രെഡും. ഇനി നമുക്ക് തക്കാളിക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്യണേ. ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ചൂടുവെള്ളത്തിലേക്ക് ഇടല, തണുത്ത വെള്ളത്തിലേക്കാണേ. ഇനി സവാളയും നമുക്ക് ഇടണം കേട്ടോ. സവാളയുടെ തൊലിയെല്ലാം പൊളിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. സവാള നമുക്ക് കട്ട് ചെയ്തിടാം. ഞങ്ങളിവിടെ ഇത്ര സവാള ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചുരണ്ട ഇഞ്ചി മാത്രം ഇടുക കേട്ടോ. ഇഞ്ചി നിങ്ങളുടെ ആവശ്യത്തിനിടാം. ചിലർക്ക് ഇഞ്ചി ഇഷ്ടമല്ലാത്തതാണ്, ഇഷ്ടമല്ലാത്തവർക്ക് കൂട്ടണ്ട. പിന്നെ അടുത്തായിട്ട് ഫ്ലേവറിന് വേണ്ടി, ഇച്ചിരി കൂടെ ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഗാർലിക് എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ കുറച്ചുകൂടി ഇടുന്നുണ്ട്, നല്ല ഫ്ലേവറിന് വേണ്ടി. ഞങ്ങൾ ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെളുത്തുള്ളിയോ ഇഞ്ചിയോ എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിന് അത്രയും ഇതിൻ്റെ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. നന്നായിട്ട് തേച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. ചില സവാളയുടെ പൊക്കത്തുകളൊക്കെ അങ്ങനെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കണം. ഇനി നമ്മൾ കഴുകിയ ഓരോ സവാളയും എല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഇനി സവാള കുരുകുര എന്ന് പറഞ്ഞ് അരിയണം. ഞങ്ങളുടെ ഇത്രയാണ് സവാള ഇട്ടിട്ടുള്ളത്. കാരണം സവാളയുടെ മസാല ഇച്ചിരിയും കൂടെ നല്ലതാണാണ് നമുക്ക് ഇതിടുന്നത്. നമ്മൾ സവാള ഓരോന്നിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 1.5 സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരയ്ക്കാൻ മാറ്റി വെക്കാം കേട്ടോ. ഫുൾ സവാള ഇടല്. ഇനി നമ്മൾ കഴുകി വെച്ചതിൻ്റെ അകത്തുനിന്ന് ഒരു ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, നമുക്ക് ഇഷ്ടമുള്ള അത്ര വെളുത്തുള്ളി ഇടാനും. ഞാനിവിടെ കുറച്ചുകൂടി ഫ്ലേവറിന് വേണ്ടി ഇത്ര വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഇത് നമുക്ക് അരയ്ക്കാൻ വെക്കാനുള്ളതാണേ. ഇനി നമുക്ക് ബാക്കി കിട്ടിയ സവാളയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും സവാളയാണ് നമുക്ക് മസാലയ്ക്ക് കിട്ടിയേക്കുന്നത്. തക്കാളീൻ്റെ കുരുവെല്ലാം ഞങ്ങൾ കളഞ്ഞിട്ടാണ് തക്കാളി എടുത്ത് അരിയാറുള്ളത്. ഞങ്ങളത് കുരു അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ, അല്ലാത്തവർക്ക് കളഞ്ഞിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ തക്കാളിയുടെ കുരു എല്ലാം കളഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി, നമ്മൾ കുരു എടുത്ത് കളഞ്ഞ തക്കാളി നമുക്ക് ഇടണം കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലേക്ക് അരയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം. 2 തക്കാളി മാത്രം വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മൾ കുരു കഴിഞ്ഞ തക്കാളി നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിയണം. അടുത്തത് കറിവേപ്പില നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിലാണെങ്കിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാം കേട്ടോ. അന്നേരം കുറച്ചും കൂടെ ഫ്ലേവറും കുറച്ച് ടേസ്റ്റും കൂടെ കിട്ടും. ഞങ്ങളുടെ കയ്യിൽ തൽക്കാലം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കറിവേപ്പില മാത്രമേ എടുത്തുള്ളൂ. ഇനി നമ്മൾ കാബേജ് കുരുകുര എന്ന് അറിയണം. നിങ്ങൾക്ക് എത്രത്തോളം ക്യാബേജ് വേണോ അത്ര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ക്യാബേജ് എടുക്കാം. ഞങ്ങൾ ഇത്രയാണ് എടുത്തേക്കുന്നത്, 4 ബ്രെഡിനനുസരിച്ച്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കാബേജ് എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ചട്ടി എടുക്കാം. പിന്നെ ചട്ടിക്കകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടാട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുരുകുരാന്ന് അരിഞ്ഞു വെച്ച സവാള ഇടുന്നുണ്ട്. പിന്നെ സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂബ്സായിട്ട് അരിയാം, കുഞ്ഞു ക്യൂബ്സായിട്ട് അരിയാം. ഞങ്ങളിപ്പോൾ നേരെയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ വെച്ചിട്ട് അരിയാം കേട്ടോ. പിന്നെ സിമ്മിലാണ് ഇട്ടേക്കുന്നത്, ഒത്തിരി ഗ്യാസ് കൂട്ടിയിട്ടില്ല, സിമ്മിലിട്ടിട്ടാണ്. ഇനി അടുത്തത് അതൊന്ന് ചൂടായിട്ട് വരുന്ന അതിൻ്റെ പച്ചപ്പൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ, കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്.
ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ സവാള നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ പോലെ ആവണം നമുക്ക്. സോ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലേക്ക് അരിഞ്ഞ സവാള ഇടണം. 4 പീസസാണ് ഞങ്ങൾ സവാള അരിഞ്ഞിട്ടേക്കണം കേട്ടോ. ഇത്ര സവാളാണ് ഞങ്ങൾ അരിച്ചിട്ടേക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇട്ടാൽ നല്ല ഫ്ലേവർ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് എത്രത്തോളം വെളുത്തുള്ളി വേണോ അത്ര വെളുത്തുള്ളി ഇടാവുന്നതാണ്. ഞങ്ങൾ ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊളിച്ച കരിവേപ്പില ഇടാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അരയ്ക്കാൻ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടുവാണെങ്കിൽ ഇത് നന്നായിട്ട് ഇതുപോലെ ഇതിന് കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇടാം. ഏകദേശം കളറായിട്ടുണ്ട്. പിന്നെ അപ്പോൾ ബാക്കി ഇങ്ങനത്തെ സാധനങ്ങൾ ടൊമാറ്റോ ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നിയൻ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ടൊമാറ്റോയും പിന്നെ ക്യാബേജൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും ക്യാബേജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ അതിൻ്റെ വൈറ്റമിൻസ് ഒന്നും പോകാണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഈ മിക്സിൽ നന്നായിട്ട് ഇളക്കുക. ഇളക്കാൻ ആരും മറക്കല്ലേ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. അതിൻ്റെ അതേ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് തക്കാളിയും കൂടെ അരച്ചെടുക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ തക്കാളി ഇവിടെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കണേ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഒന്നുകൂടെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഇട്ട് അരക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്ന മാതിരി നല്ലൊരു ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു കുഴഞ്ഞൊരു ഫീല് ആവട്ടോ. ഇതിനകത്ത് കുറച്ച് നമ്മൾ ഗ്യാസ് ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഈ പേസ്റ്റിനകത്ത് ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കുന്നത്. ഇനി അതിനകത്തോട്ട് ടൊമാറ്റോ കൊണ്ട് നമ്മൾ അരച്ച് വെച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുറച്ച് അധികം നേരം ഇട്ട് ഒരു 2-3-5 സെക്കൻഡ്സ് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയിട്ട് വേണം നമുക്കിതൊന്ന് നല്ലൊരു ഫ്ലേവറിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആകാം. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് പാൻ ചൂടാക്കാം. ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് അടുത്തൊരു പണിയും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇടാനുള്ള ബ്രെഡ് നമ്മളൊന്ന് ഗീയിലോ അല്ലെങ്കിൽ ബട്ടറിലോ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുണ്ടോ അതിനകത്ത് എന്നിട്ട് തേച്ചിട്ട് അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. മുരിച്ചെടുക്കാൻ പാകത്തിൽ നമ്മൾ വെക്കുന്നുണ്ട്. ഇതും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഘീ ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ തേച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ 4 ബ്രെഡിൻ്റെ അകത്തും ഘീ നന്നായിട്ട് തേച്ച് വെക്കുന്നുണ്ട്. കാരണം ഘീ ആണ് നമുക്കിത് റോസ്റ്റ് ആക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഘീ പുരട്ടിയിട്ട് നമ്മൾ റോസ്റ്റ് ആക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇടുന്നത് കുരുമുളക് പൊടിയാണ്.
പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി, സ്പെഷ്യൽ ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ മസാലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഫ്ലേവേഴ്സൊക്കെ. ഒപ്പം തന്നെ നമുക്ക് ഗരം മസാലയും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ ഉണ്ടാവും. ഇനി നമ്മൾ ഇതെല്ലാം ഇളക്കി കൊടുക്കണം. പിന്നെ ബ്രെഡ് മറിച്ചിടാൻ ആരും മറക്കല്ലേ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഒരു കട്ടി ഫോമായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി വെള്ളം അങ്ങ് ഒഴിച്ചിങ്ങനെ ലൂസായിട്ട് ഭയങ്കരമായിട്ട് ആവണ്ട, ഒരു ജസ്റ്റ് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നല്ല ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു കുഴമ്പ് രീതിയിൽ വേണം അതാവാൻ. പിന്നെ നമ്മുടെ ബ്രെഡ് ഇവിടെ നല്ല ടോസ്റ്റ് ആയിട്ടുണ്ട്, ക്രിസ്പി ആയിട്ട് നമ്മുടെ ബ്രെഡ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബ്രെഡ് ഒരു റസ്ക് പോലെ ഒത്തിരി ഹാർഡാവണ്ട, എന്നാലും ഒന്ന് കടിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ടിരിക്കാൻ പാകത്തിന് നമ്മളൊന്ന് ആക്കി കൊടുക്കുക. ഒപ്പം തന്നെ അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളുടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ ബ്രെഡ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെസിപ്പിയിലോട്ട് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മസാലയിലേക്കാണ് നമ്മൾ ഇടുന്നത്. കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എല്ലാം കൂടെ ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മാക്സിമം അത് ആ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഗ്രേവി എല്ലാം എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അറ്റ് ലാസ്റ്റ് നമ്മുടെ ഡിഷ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ കഴിച്ചു നോക്കാം. സോ നമ്മൾ ഒരു ബ്രെഡ് പീസ് ഇവിടെ എടുക്കാൻ പോവാണ്. നല്ല മൗത്ത് വാട്ടറിങ് ആയിട്ടൊരു ബ്രെഡ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കണേ. ഇച്ചിരി ആ ബ്രെഡിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ആ പ്രത്യേകിച്ച് ആ മസാല അടിപൊളി, സൂപ്പറാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യാം. കാരണം ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ആരെങ്കിലും വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനാട്ടോ. പിന്നെ ഇതൊരു ഓപ്ഷനായിട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുട്ടയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. മുട്ട ചേർത്താൽ പൊടിയാണ്. ഞങ്ങളിത് മുട്ട ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് മുട്ട ചേർക്കണമെങ്കിൽ മുട്ട ചേർക്കാം. അത് ഓപ്ഷനിലാണ്. എനിവേ ബൈ ബൈ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാവരും നോക്കാൻ മറക്കല്ലേ. ബൈ.